ബിഗ് ബോസ് മലയാളം സീസൺ 6. അപ്പോൾ ആദ്യ ദിവസം കളി തുടങ്ങി നന്നായി തന്നെയാണ് കളി തുടങ്ങിയത്. അങ്ങനെ ആദ്യത്തെ ദിവസം എല്ലാ ബിഗ് ബോസ് ദിവസങ്ങളെ പോലെ തന്നെ പാട്ടോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പാട്ടിനോട് എല്ലാവരും താളം തുള്ളി ഡാൻസോടുകൂടിയാണ് നമ്മൾ ആദ്യത്തെ രാവിലെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എല്ലാവരും കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നീട് അപ്പോൾ അതിനിടയിൽ ജാൻമണി കിച്ചണിലേക്ക് വന്നിട്ട് കിച്ചണിൽ സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിൽ നിന്ന് സിഗരറ്റ് കത്തിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ളവരെല്ലാം നോട്ട് ചെയ്തു. റോക്കിയാണ് ആദ്യം കണ്ടത്. പിന്നെ അതിനെ തുടർന്ന് രതീഷ് ഇടപെട്ടു. പിന്നെ അത് വലിയൊരു വാക്ക് തർക്കത്തിലേക്ക് കൊണ്ടുപോയി. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു വാർണിംഗ് കൊടുത്താൽ മതി തോന്നുന്നു. പക്ഷേ രതീഷ് ഓവറായിട്ട് റിയാക്ട് ചെയ്തു അവിടെ. അത് കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് അൻസബെ അഭിപ്രായപ്പെട്ടു. എൻ്റെ അഭിപ്രായത്തിൽ ജാൻമണിക്ക് ഒരു വാർണിംഗ് കൊടുത്താൽ മതിയായിരുന്നു. ഇത്രത്തോളം റിയാക്ട് ചെയ്യേണ്ടായിരുന്നില്ല. രതീഷ് ഓവർ റിയാക്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. വാർണിംഗ് കൊടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്കതിന് വേണ്ട പണിഷ്മെൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് രതീഷിൻ്റെ വക മിമിക്രിയും അതേപോലെ നാടൻ പാട്ട് കൂടെ ഉണ്ടായിരുന്നു. അത് നല്ല ഓളുണ്ടാക്കി. നമ്മൾ ഓഡിയൻസിനും അതേപോലെ തന്നെ അവിടുത്തെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഭയങ്കര ഒരു ആക്റ്റീവ് ആക്കാൻ പറ്റിയ ഇനി കലാപരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യത്തെ വ്യക്തി കൺഫെഷൻ റൂമിൽ കയറുന്ന ആദ്യ വ്യക്തിയായിട്ട് ശ്രീരേഖയാണ് തിരഞ്ഞെടുത്തത്. ശ്രീരേഖയായിരുന്നു ആദ്യമായിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോയത്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യത്തെ ക്യാപ്റ്റനെ കണ്ടുപിടിക്കാനുള്ള ഗെയിമായിരുന്നു. ഗെയിമിൻ്റെ പേരായിരുന്നു ഹീറോ. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ കളി എന്ന് പറഞ്ഞൊരു കളിക്കളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കളിക്കളത്തിൽ ഒരുപാട് ബോളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും വന്നിട്ട് ഈ ബോൾ പെറുക്കി അവരുടെ പേരിലുള്ള ബോട്ടിൽ കൊണ്ടുപോയിടണം, അല്ലെങ്കിൽ ബൗളിൽ കൊണ്ടുപോയിടണം. അതായിരുന്നു ഗെയിം. പിന്നെ ഈ ഗെയിമിന് കുറച്ച് നിയമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതായത് ലൈറ്റ്സ് ഉണ്ടായിരുന്നു, നമ്മൾ ട്രാഫിക് ലൈറ്റ് പോലെ. അതിൽ ഗ്രീൻ കത്തിയാൽ നമുക്ക് കളിക്കളത്തിൽ കയറാം, ബോളുകൾ പെറുക്കാം. അതുപോലെ യെല്ലോ കത്തിയാൽ നമ്മൾ കളിക്കളത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സമയമായി. റെഡ് കത്തുമ്പോൾ ആരാണ് കളിക്കളത്തിലുള്ളത് അവർ പുറത്താകും. അങ്ങനെ അതായിരുന്നു ഗെയിം. ഹീറോ എന്നാണ് ഗെയിമിൻ്റെ പേരുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഗെയിമിൽ 4 പേരാണ് ആക്ച്വലി ലാസ്റ്റ് ഫൈനൽ ലിസ്റ്റിലെത്തിയത്. അങ്ങനെ ഈ ഗെയിമിൻ്റെ ഇടയിൽ സിജുവും അതേപോലെ തന്നെ റോക്കിയും കൂടെ ഒരു ഒത്തുകളി നടന്നു ആക്ച്വലി. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇത് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം അർജുൻ പെറുക്കിയ ബോൾ ആക്ച്വലി കുറവായിരുന്നു. പക്ഷെ ശ്രീരേഖ അർജുനെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോളെല്ലാം അർജുന് കൊടുത്തിട്ട് അർജുനെ ക്യാപ്റ്റനാക്കി. കൂടുതൽ ബോൾ കിട്ടിയ അർജുൻ ക്യാപ്റ്റനായി. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫസ്റ്റത്തെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ അർജുൻ മാറിയിരിക്കുകയാണ്.